നമസ്കാരം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ എല്ലാവരും കണ്ടാക്കണതാണ്. അതായത് ഒരു സ്ത്രീജനം, ഒരു യൂട്യൂബർ അറിയപ്പെടുന്നതാണോ അല്ലേ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. വളരെ മോശമായ രീതിയിൽ, അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. കിടന്നു കൊടുത്താൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് തിയേറ്ററിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിനെ കയ്യോടുകൂടി പൊക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ കുറെ കാര്യങ്ങൾ നമുക്ക് മീഡിയയ്ക്ക് വിട്ടു തന്നിട്ടുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം. വിവാദപരമായ അതിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഉത്തരം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ചോദിച്ചത്. പക്ഷെ ആളുടെ അടുത്ത് നിന്ന് വന്ന മറുപടി വേറെ ആയിരുന്നു. കാരണം നമ്മളിപ്പം ഒരു 10 പെൺപിള്ളേരിപ്പം ഈ ഫീൽഡ് നോക്കുന്നുണ്ട്. 9 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു അനുഭവം. ഈ 10 പെൺപിള്ളേര് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ അതിൽ 9 പെൺപിള്ളേർക്കും ഈ ഒരു അനുഭവം ഉണ്ട് എന്നുള്ളത് എന്താണ് തെളിവ്? എൻ്റെ പൊന്നു ചേച്ചി, മലയാള സിനിമ ഇൻഡസ്ട്രീനെ ഒന്നടങ്കം അടച്ച് അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ വാദം ഇത് ശരിയല്ല. അപ്പം അത് റിലേറ്റഡ് ചോദിക്കാനാണ് നിന്നത്. ബട്ട് പുള്ളിക്കാരി ആൻസർ ചെയ്യാതെ അഷ്കർ ആൻസർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ചോദിക്കേണ്ടോ. അതായത് കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണോ ഇത്? ശരിയാണോ? വളരെ മോശമായ രീതിയിൽ, ഒരു അടിത്തറയും ഒരു വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ ഇമാതിരി ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് ആ പെൺകുട്ടി മറുപടി തരുന്നത്? ആ പെൺകുട്ടി ആയതുകൊണ്ടാണ്. വേറെ വല്ല പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ ചെകിളം മൂളിയാനെ ചെകിളം. പൊതുവെ വളരെ മോശമാണെന്നാണ് പറയുന്നത്. മോശമാണെന്ന് പറയാൻ ഞാൻ അതിന് മോശമായ വാക്കുകൾ അവിടെ യൂസ് ചെയ്തിട്ടില്ല. കിടന്നു കൊടുത്തു, ഈ 2 വാക്കുകൾ എവിടെയാണ് മോശമായിട്ടുള്ളത്? ഒട്ടും തന്നെ മോശമായിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന് ചേച്ചി പറയണത്. ഒട്ടും തന്നെ മോശമില്ലാത്ത ക്വസ്റ്റ്യനാണ്. അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയതായി പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ കിടന്നു കൊടുത്താൽ മാത്രമേ ഈ അവസരം കിട്ടൂ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചേച്ചി ചോദിച്ചത്. ഇതിനകത്ത് മോശമായ ക്വസ്റ്റ്യൻ അല്ല എന്നാണ് പറയണത്. അപ്പൊ ഈ പുറത്തുനിന്ന് കണ്ട പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? ഇതിൽ പറയാനുള്ള വേറൊന്നുമല്ല, ഒരു അതിഥിയായി വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാമായിരുന്നു. വളരെ നിലവാരം കുറഞ്ഞ, വളരെ മോശമായ രീതിയിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു കേസാണ് കൊടുക്കണത് നിങ്ങൾക്കെതിരെ. എനിക്കറിയില്ല. അല്ല, ഞാനൊരു സ്ത്രീയാണല്ലോ. അപ്പം സ്ത്രീയോട് ചോദിക്കും. എടോ, താനൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിലേ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, അല്ലാതെ പേഴ്സണലായിട്ട് ഒറ്റക്ക് വിളിച്ചു ചോദിക്കണം. ഇത് ഒരാളോ രണ്ടാളൊന്നും അല്ല കാണാം. മീഡിയ വഴി ഒത്തിരി ജനങ്ങൾ കാണുന്ന ഒരു സംഭവമാണ്. ഒരു ന്യായം പറയണതാണ്, ഞാനൊരു സ്ത്രീയാണ്. എന്ത് ക്വസ്റ്റ്യനാണോ ചോദിക്കണത്? അങ്ങനെ എവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ഈക്വൽ ആണ്? അല്ല, എല്ലാരും കിടന്നു കൊടുത്തിട്ടാണോ എന്നല്ല, കിടന്നു കൊടുത്താൽ സിനിമയിൽ അവസരമുള്ളൂ. ഞാൻ ആ ചോദ്യം ചോദിച്ചു. ഇല്ല, താൻ ആ ക്വസ്റ്റ്യൻ ഇപ്പൊ വളച്ചൊടിക്കണതാണ്. താൻ ചോദിച്ചിരിക്കുന്നത് ആദ്യം ചോദിച്ചത് അതല്ല, കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയതെന്നാണ് ചോദിച്ചത്. അത് വളച്ചൊടിക്കാൻ നോക്കല്ലേ. ഞങ്ങളും പ്രേക്ഷകരൊക്കെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ആള് മിണ്ടിയില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു. ഇത്രയും തരം താഴ്ന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് മറുപടി തരുന്നത്? വളരെ മോശമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്? അതും ഈ മലയാള സിനിമ ഇൻഡസ്ട്രീനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പോയി. മലയാള സിനിമയെ മാത്രം അധിക്ഷേപിച്ചാക്കണതല്ല, സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഓരോ സ്ത്രീജനത്തിനെയും അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. കുറെ നേരം ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആള് സൈലന്റ് ആയിരുന്നപ്പോ എന്താ ഹന മിണ്ടാത്തത്, ഹന അതുകൊണ്ടാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും മിണ്ടാതിരുന്ന സമയം ആലോചിച്ചെന്നറിയോ? ചെകിളെന്ന് നോക്കി പൊളിക്കണമെന്നായി ഇവിടെ ആലോചിച്ചാക്കണത്. പിന്നെ അവരെ നിങ്ങൾ വിളിച്ച് വരുത്തിയ ഒരു അതിഥിയാക്കിയവരായതുകൊണ്ട് അവരൊന്നും തിരിച്ച് പ്രതികരിച്ചില്ല. അവരെ എഴുന്നേറ്റ് പോയുള്ളോടൊന്നും. അത് അവരുടെ മര്യാദ. ആ മര്യാദ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മര്യാദ ഉണ്ട്. വിളിച്ചു വരുത്തി സീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണല്ലോ. കിടന്നു കൊടുത്താലാണോ അവസരം കിട്ടണത്? ഇതാണോ നിങ്ങളുടെ നല്ല ചോദ്യം? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിന്നെ എങ്ങനെയാണ് അവർ തിരിച്ച് മറുപടി തരുന്നത്? ഒത്തിരി സിനിമകൾക്ക് വേണ്ടി സിനിമകൾ പ്രണയിക്കുന്നതാണ്. ഓരോ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ തേടി നടന്നു എന്നുള്ളത് എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നതിന്റെ തലേദിവസമോ അല്ലെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ തലേദിവസം ആയിരിക്കും ഈ അഡ്ജസ്റ്റ്മെന്റ് കോളിന്റെ ഇത് വരുന്നത്. ഇതൊക്കെ ശരിയാണോ? അപ്പൊ തന്നെ ഞാൻ ആ ഒരു ബന്ധം തന്നെ അങ്ങ് ഉപേക്ഷിച്ചു കളയും. പിന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോലും നിൽക്കാറില്ല. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമല്ല കോണ്ടാക്ട് ഇല്ലാതാക്കേണ്ടത്. ഇമാതിരി വളച്ച ക്വസ്റ്റ്യൻ ചോദിക്കൂലേ,
ഈ ഒരു പാവപ്പെട്ടവരെ കൂടി കോണ്ടാക്ട് ഇല്ലാണ്ടാക്കിക്കോ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം അതിന്റെ ഒരു തിളക്കത്തിലാണ് ചോദിച്ചത്. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അത് എടുക്കേണ്ട രീതിയിലല്ല ആളുകൾ എടുത്തത്. പൊതുവെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പം പലരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകൂടാനാണ് പലരും നോക്കാറ്. ഞാൻ അത് ചെയ്തിട്ടില്ല. പൊതുവായിട്ടുള്ള രീതിയിൽ പലർക്കും നേടേണ്ട ഉത്തരങ്ങൾ അവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ച് ചോദിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. എന്റെ പൊന്നു ചേച്ചി എന്ത് ന്യായമാണ് ചേച്ചി പറയണത്. ഓ, ഇതിനെ സമ്മതിക്കണം. ഇത്ര മര്യാദപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്ത് പിന്നെ അത് കിടന്ന് ന്യായം പറയണം. പറയുന്ന പ്രേക്ഷകരോട് എന്താ പറയണം? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. എനിക്ക് എന്റെ കുറെ നല്ല ബന്ധങ്ങൾ പോയി. ബന്ധങ്ങൾ എങ്ങനെയാണ് പോകൊണ്ടിരിക്കണത്? അമ്മാര് ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്. റീച്ചിന് പകരം എനിക്ക് കുറെ തെറിവാക്കുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ റീച്ച് എവിടെയാണ്, ആർക്കാണ് ലഭിച്ചത് എന്നുള്ളത് കൂടുതലായി മനസ്സിലാവും. അതുകൊണ്ട് എനിക്കല്ല റീച്ച് കിട്ടുന്നത്, അതുകൂടി മനസ്സിലാക്കുക. പിന്നെ തെറി പറയുമ്പം ഇതാക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കാം. നിങ്ങളുടെ വീട്ടിലും അമ്മ പെങ്ങന്മാരുണ്ടെന്ന് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾ പറയും ഒരു പെണ്ണായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു വന്നു. പല പെൺപിള്ളേർക്കുള്ള ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഞാൻ ആ വേദി ചോദിച്ചത്, വേറെ ഒന്നുമില്ല. ആ അവസാനം പറഞ്ഞ ഒരു ആൻസർ അതെന്തായാലും കലക്കി, ഒന്നും പറയാനില്ല. പക്ഷേ ആ അതിഥികളോട് ചോദിച്ച കേസ് അത് ഒരു സ്വരമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അതും ഈ സിനിമ ഇൻഡസ്ട്രീനെയും അവിടെ ക്ഷണിച്ചു വരുത്തിയ എല്ലാ 2 അതിഥികളെയും വളരെ മോശമായ രീതിയിൽ തന്നെ അടിച്ച് താത്തി കളഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു പ്രേക്ഷകരുണ്ടല്ലോ, പ്രേക്ഷകർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്കെയിൽ ചെയ്താൽ പറയുള്ളൂ. അത് വളരെ കൃത്യമാണ്. നിങ്ങൾ പറഞ്ഞ വളരെ മിസ്റ്റേക്കഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഒരു 100 വോൾട്ടേജിൽ ഞങ്ങൾ പറയണം.